അത് 14 അടി പടിഞ്ഞാറോട്ട് മാറി ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന്റെ സെൻട്രലായിട്ട് വരും. അവിടെ ആരെങ്കിലും ഉണ്ടാ? ഒന്ന് പോയി പ്രസവിക്കണോ? പുറത്തുവിടാതെ പൂഴ്ത്തി വെച്ചിരിക്ക. അപ്പത്താരാ നിന്റെ തള്ള? അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയോ? നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പർ. ജയിൽ പുള്ളികളാ. ഇയാളിത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ വാ, മേസ്തിരി കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ, അല്ല വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിന് മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. ഇത് കഴുകിയതാ. ഒന്നുകൂടി കഴിക്കോ? വീണ്ടും വീണ്ടും കഴുകാ തന്നെ കുണ്ടിയോ? ചേട്ടാ ഇത് ഒറിജിനൽ പഴമല്ലേ? അല്ലടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം നിന്റെ അമ്മൂമ്മ പെറ്റു, വീട്ടിലെ പോത്ത് പ്രസവിച്ചു, കോഴിക്ക് മുല വന്നു. ഇനി എന്നാടാ അറിയണ്ടേ? പോടാ ഊളെ. എന്തൊക്കെയുണ്ട്? സുഖം. കുറച്ച് ദുബായ് ചോപ്സ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നിങ്ങളൊക്കെ കാരണം എന്റെ കല്യാണം കള്ളുടിയാ. നിന്നോടാണ് നീ പറഞ്ഞ കാട്ടു നീ പോകാൻ. എന്നാലും എന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നില്ല. ഇന്നലെ രാത്രി 10 മണി കൊണ്ട് വിളിക്കാൻ തുടങ്ങിയതാ. ആരെന്നെയാ? അച്ഛനെ. നീ വാടാ ഇങ്ങോട്ട്. ഇയാളുടെ പുന്നാര മോനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോട്ടെ. നിന്റെ കൈ വെട്ടൂന്ന് പറഞ്ഞ് ഇയാളുമായിട്ട് നമുക്ക് ഇനി ഒരു ബന്ധവും വേണ്ട. അയ്യോ, അപ്പൊ തങ്കമണി ഒരെണ്ണം വെച്ച് തന്നുണ്ട്. ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോടെ. എന്താ പേര്? മിൻമിനി. മിന്നാമിനിങ്ങോ? മിൻമിനി. ഇത് മാഡത്തിന് കൊടുത്തേക്കോ. ചിമ്മിനി പുകഴ്ത്തനെ. യെസ് പ്ലീസ്. ഒരാൾ കൂടി എസ്കമ്മിനായിട്ടുണ്ട്. പ്ലീസ് ടേക്ക് യു. വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുക. ഇരിക്കാനായിരുന്നു. സർ, ടീ ഓർ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ. പഞ്ചാര കുറച്ച് മതിയേ. ഓക്കെ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഷുവർ. ഞാൻ ഹംസ. അല്ല, ഹംസൻ MBBS. ഓ, ഡോക്ടറാണല്ലേ? അല്ല, വക്കീല്. ഇതിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ. ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. ഒന്ന് മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. ഇതെന്താ ആദ്യമല്ല അങ്ങനെ കൊടുക്കുന്നത്? ഇയാളാര്? ഗണപതിയാ? നീ ആരടാ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. അറിയാത്തോണ്ടല്ലേ ചോദിച്ചത്. ചേട്ടൻ വന്നോണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ വലിച്ച സിഗരറ്റിന്റെ കളഞ്ഞ ജ്യൂസിന്റെ ഒക്കെ പൈസ കൊടുത്തിട്ട് നീന്തുന്നു. ഇവിടെ എന്റെ പറ്റിന്റെ കാഴ്ച ഞാൻ കൊടുക്കുന്നില്ല. അപ്പോഴോ ഇയാൾക്ക് എന്താണ് വയ്യേ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. അതിന് മൈക്ക് വല്ലതും വേണം? ഗുഡ് മോർണിംഗ് ബോത്ത് ഓഫ് യു. എന്താ രണ്ടുപേരും കൂടി അടുക്കളയിൽ? അതെ, ഇവിടെ ഒരു വലിയ കുഴി ഒഴിക്കാൻ പോവാ. ആന വരുമ്പോ അതില് വീഴുമല്ലോ. എന്താ അവരുടെ പേര്? മായാവതി. മായാവതി ആയാലും ഭൂലദേവി ആയാലും കൊള്ളാം. കുഞ്ഞ് വലുതാവുന്നത് വരെ നെഞ്ചില് തീയായിരിക്കും. അല്ല, നെഞ്ചൊരു തീയായോ? എനിക്ക് ഫയർഫോഴ്സിനെ വിളിക്കാം. ചീട്ട് കീറി. ചീട്ടല്ല, എന്റെ പടം കീറി. ഇത് പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അതെ അതെ, സന്തോഷം. എന്താ പറയുന്നത്? അല്ല, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ രാജ്യത്തിന് തന്നെ മറ്റൊരു പുരസ്കാരം കൂടെ കിട്ടുകയാണ്. പിന്നെ രാജ്യം ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ആദരവില്ല. സന്തോഷം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ ഒരു അവാർഡ് കൂടി, രാജ്യത്തിന്റെ ഒരു അംഗീകാരം കൂടി കിട്ടുന്നത്. സന്തോഷം, അതിസന്തോഷം. ആളുകളോട് മൊത്തത്തിൽ പറയാനുള്ളത്? എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമായില്ലേ? ഇപ്പോൾ വലിയൊരു സന്തോഷം. ഇപ്പോൾ മലയാളികളെല്ലാം ഒരു മമ്മൂക്കയോടൊപ്പം പ്രാർത്ഥനയോടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കിട്ടുന്ന പുരസ്കാരം എന്നുള്ള രീതിയിൽ ഒരു ഇരട്ടി സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ സന്തോഷം കൂട്ടിക്കണ്ട, കുറേ
ഇനിയും കൂടുതൽ കൂടുതൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം സന്തോഷം. കൊറേ ദിവസമായി ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലാ താമസം എന്നുള്ള സത്യമല്ലടാ. അയ്യോ കുറെ ദിവസം ആയില്ല സാർ, ഇന്നലെ വന്നത്. അവര് ബ്രിട്ടാസിന്റെ ഫ്രണ്ടാ. തനിക്ക് എങ്ങനെയാണോ അവരെ പരിചയം? മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ അതും എനിക്കറിയാം സാർ. സാർ അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? മര്യാദക്ക് നിന്നലെ അഴി എണ്ണിക്കും. ജനലിന്റെ ആണ്. ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ, ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. നാട്ടുകാരെ വിളിക്കാം. ആട്ടുകാരെ അമ്മുന്റെ അമ്മയാടാ. ആ അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ടാ പ്രായം തോന്നില്ലാന്ന്. പട്ടണ. ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നത്? സോറി, എന്നാ അമ്മ എനിക്ക് റിസർച്ച് തരുമോ? മോനെ, അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ വീട് മതി. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ആരാ വന്നിരിക്കുന്നത് നോക്ക്. പറഞ്ഞിട്ടില്ലേ ആരാ വന്നെങ്ങനെ നോക്കണി? 200 രൂപയുണ്ട്, എവിടെ കഴിക്കാൻ പോവാ? 200 രൂപയ്ക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റിയ കട ഏതുണ്ട്? കുമാർ മാമയുടെ കടയിൽ ചെന്നിട്ട് കുനിഞ്ഞ് ഈ പറയുന്ന കുട്ടൂസ് നിന്റെ ഇപ്പോഴത്തെ അച്ഛൻ നിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കോ? ചിലപ്പോ ഞാൻ വിശ്വസിച്ചൊന്ന് വരും, കാരണം എനിക്ക് എന്റെ അച്ഛന്റെ ഒരു സ്വഭാവം പോലും കിട്ടിയിട്ടില്ല. എന്റെ യഥാർത്ഥ അച്ഛന്റെ പേര് പറയൂ. ഇത് പറയുന്നത് കൊണ്ട് വിഷമവും തോന്നരുത്. ഇല്ല. താങ്കളുടെ യഥാർത്ഥ അച്ഛന്റെ നാമം കുമാർ. കല്യാണം എപ്പോ നടക്കുമെന്ന് അറിയാൻ പറ്റുമോ? അത് പറ്റും. എന്റെ കന്നിയിലാണ് എന്റെ കന്നിമാസത്തില്. കന്നിമാസത്തിൽ. നല്ല മാസമാണ് കേട്ടാ, കിട്ടാൻ പറ്റിയ മാസമാണ്. ആ സമയത്താണ് ഈ പട്ടികളൊക്കെ പെറ്റ് വരുന്നത്. അതെ അതെ. എന്റെ മനസ്സാണ്. അമ്മേനെ വിളിച്ച് ഞാൻ ഇതിനകത്ത് കയറാറുള്ളൂ. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ഒരു മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ആരുടെ? എന്റെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? താങ്ക്സ്. മനുഷ്യനല്ല, മൂർഖം പാമ്പിനെയാ ചവിട്ടി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാനൊരു ഉപമ പറഞ്ഞതാടോ. പാർട്ടി തുടങ്ങി, ഇനി നോക്കിക്കൊണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് പെട്ടെന്ന് കോട്ടിട്. ഈ കൈകറ്റ്. തലതിരിക്കുകയോ? ഇതെന്താ എന്തിനു? 22 FK in Canada. ആള് മിടുക്കന. അതുകൊണ്ടല്ലേ ആളെ സമാജം പ്രസിഡന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കാണാം. സി യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു. $20. ഇപ്പൊ വേണ്ടെന്നേ. ഇവൻ വെഞ്ഞാറമൂടുകാരനാന്ന് തോന്നുന്നു. He will beat you. He is the best boxer of our country. No, but he is like your Mike Tyson. Mike Tyson? ഞാനോ? അടിക്കച്ചായ. എടാ ചെറുക്കാൻ നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടോ. ഹെൻറിയേറ്റ് ഉണ്ട്. ഞാൻ കോക്ടെയിലൊന്നും കഴിക്കൂല. ഇത് ടൈലില്ലാത്തായിട്ട് എന്റെ ഭാര്യ. അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനേ പറ്റില്ല. പാവ ആ കുട്ടിയെ തല്ലിയിട്ട് ഇയാള് റെസ്റ്റ് എടുക്കുന്നു. ബ്ലഡോ? ഹല്ലേലൂയ, സ്തോത്രം. Can you tell me what happened? My wife hit with the bottle. Oh my God. Yeah, when I saw his blood, എന്റെ പൊന്നളി അപ്പൊ തന്നെ ഞാൻ തല ഇറങ്ങി നിലത്ത് വീണു. പിന്നെ വല്ല Actually, she is a psychic. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. Potty. Families like pot and another pot. When they hit together, they will make sound. Cling, bling, bling. ഇനിയും മാതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. മൂത്തവനാ ദിമിത്രോ തിലോപ്പിയ. ആ കോള വിഴുങ്ങുന്നതിനെ കണ്ടില്ലേ? എലീന കൊക്കനേച്ചി. ഇതൊക്കെ ആരുടേതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഡാഡി എന്ന് വിളിക്കുന്ന എന്നെ. അവളുടെ തന്ത അണ്ടർവേൾഡ് കിങ്ങാ. അണ്ടർവെയർ ഇടാത്ത കിങ്ങ. അതാണ് വർമ്മജി. വർമ്മ ചേച്ചി. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? തടുത്ത സോഡ ഗ്ലാസ്. എല്ലാം നശിപ്പിക്കരുത്. ആയുഷ്മാൻ ഭവാനി ചേച്ചി. ഭവാനി ചേച്ചി എന്താണത്? തലക്കുറി ആയിക്കോട്ടെ. തലക്കറി കഴിച്ചിട്ട് കുറച്ചു കാണായിരിക്കണു.
മൂലം വച്ചൊരു ശ്ലോകം ചെല്ലേ. വാവച്ചു കല്യാണം തെറ്റും പിന്നീട് മൂലം വെച്ചു ആയുസിന്റെ കവടി. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാരെടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായുസ. വർമ്മ സാറിന്റെ റൂം നമ്പർ അത് ഏത് ഫ്ലോറായിട്ട് വരും? എനിക്ക് ഒറ്റക്കൊന്ന് സംസാരിക്കണം. ആ പ്രദേശത്ത് ആരെല്ലാം ഒറ്റക്ക് പോയി സംസാരിക്കച്ചല്ലേ. സ്വയം ദേവി എന്ന് അവകാശപ്പെട്ട് കിണറ്റിൽ ചാടിയ സ്ത്രീയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് സംഘം. അദ്ദേഹം വരുന്നുണ്ട്. ഈ തള്ള എന്താണ് പറയണത്? അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ വീക്കാലായി ടൂർ പോവാണോ? ശരിക്കൊന്നും വേണ്ട, കണ്ടു പഠിച്ചു കിടപ്പ് അടുത്ത് തന്നെ കിടക്കേണ്ടതാ. പോടാ. യു മീൻ ഇംഗ്ലീഷ് അക്ഷരം പി? അതെ, ഇംഗ്ലീഷിൽ പ, മലയാളത്തിൽ പി. അപ്പൊ ഹിന്ദിയിലോ പൂ. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാകുന്നു? അത് ഈ പഴം മുറിച്ച് കടലമാവിലിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എന്തോന്ന് പഴംപൊരി ഉണ്ടാക്കുന്നത്? നിന്നെ ആരാടെ പട്ടാളത്തിലെടുത്തത്? അതെ, അവര് തന്നെ അടവച്ച് വിരിയിക്കുകയായിരുന്നു. എല്ലായിടത്തും ഈ പെണ്ണുങ്ങൾക്ക് ഓർമ്മ പോലും, സിനിമകളിൽ പോലും. ആര് പറഞ്ഞു? എന്റെ ഭാര്യക്കൊക്കെ നാൾക്ക് നാൾ ഓർമ്മശക്തി കൂടുന്നല്ലാതെ കുറയണില്ല. എത്ര നേർച്ചയായിരുന്നറിയാം. എന്തു പറ്റിയടാ? എന്താ സംഭവിച്ചേ? എടാ പോയ കാര്യം എന്തായി? നീ ഇങ്ങനെ ചവച്ചോണ്ട് നിൽക്കാതെ എനിക്ക് എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, പോയ കാര്യം എന്തായി എന്നൊന്നും ഒരു വാക്ക് നിനക്ക് ചോദിച്ചൂടെ? ഞാൻ എന്താ പൊട്ടനോ? ഭൂട്ടാനോ? ഞാൻ എന്തിനാടാ ഭൂട്ടാനിൽ പോകുന്നത്? പതുക്കെ പറ, ആളുകൾ ശ്രദ്ധിക്കുന്നു. ഛർദിക്കാനോ? ഞാൻ എന്തിനാടാ ഇവിടെ ഛർദിക്കുന്നേ? നിനക്ക് ആക്ച്വലി എന്താ പറ്റിയത്? രവി, ഞാനൊന്ന് പറയട്ടെ. പിന്നെ പറയാം. പുന്നപ്പുറ പോണെന്ന്. ഹലോ, നിങ്ങളുടെ സുഹൃത്തല്ലേ? ചെവിയേക്കാൻ പറ്റില്ലെങ്കിൽ ഒരു മിഷൻ ആ മനുഷ്യന് വാങ്ങിച്ചു കൊടുക്കൂ. അപ്പൊ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മസിൽ വേണമെങ്കിൽ ജിമ്മിൽ പോയേ പറ്റൂ. நீங்க 2 பேர்ல you guys can share the rent. ഷെയറിങ്ങോ? അതിന് 5 പൈസ ഇല്ല. പിന്നെ എനിക്ക് വയറ് നിറയ്ക്കാനൊരു വയറും. MBA ഫുൾ ഫോം MBA ഫുൾ ഫോം പറഞ്ഞിട്ട് നീ കേട്ടാ മതി. അവന്റെ റൂം നമ്പർ എത്രയാ പറഞ്ഞേ? എത്ര? ചെറിയ ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? അതെനിക്ക് അറിഞ്ഞൂടാ. അതാണ് ആൻസർ. ആദ്യം കൈപൊക്കിയതാരാ? അനുമോളാണോ? ശരി, അനുമോള് പറഞ്ഞോളൂ. ബാലനോ? ഏത് ബാലൻ? വ്യത്യസ്തമാമൊരു ബാർബറാം ബാലൻ. ഏലാണോ? അവിടെ ഇരിക്കൂ. എണീക്കാൻ പോലെ അർഹതയില്ല. അവിടെ ഇരിക്കൂ. ബാലൻ. ഓ, എന്ത് കറക്റ്റായിട്ട് പറഞ്ഞു. അവിടെ ഇരിക്കേ. ഞാൻ ചോദിച്ച മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണെന്ന്. വികടകുമാരൻ. അതാരാ പറഞ്ഞ? ഞാൻ. അതെന്താ ഇപ്പൊ പറഞ്ഞു? നിങ്ങളോട് ചോദിച്ചോ? എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് കളിക്കൂ. സോറി ലാലേട്ട. എന്താണ് ശരി? ലക്ഷ്മി കൈപോയിക്കൊണ്ടിരിക്കുന്നത്, പറയൂ. ശബ്ദമില്ലാത്ത ആദ്യ സിനിമ ന്യൂസ് പേപ്പർ ബോയ്. അവിടെ ഇരിക്കൂ. ഞാൻ ഇതിന്റെ ആൻസർ പിന്നെ പറയാം. ആര്യൻ. ആരൊക്കെയാണ് ആര്യൻ? ലാലേട്ടാ, എനിക്ക് ഒരു ധാരണയില്ല ലാലേട്ടാ. പിന്നെ ആരാ പാടിയത്, ആരാ ഒന്നും അറിഞ്ഞൂടാ? ഇല്ല, ഒരു നമ്മൾ ഇങ്ങോട്ട് വന്നു. അല്ല, അതെനിക്ക് അറിയില്ല. ഒന്നും അറിഞ്ഞൂടാ. ഇരിക്കാം. വീട്ടിലാരാ ദോശ ചുടാറ്? ആണോ? ഇനി കല്ലു വിടാൻ പറ, ഞാൻ ഒന്ന് ചുട്ടുതരാ. എടാ ചെറിയമ്മയുടെ പല്ലുവേദന മാറിയൂടാ. നിനക്ക് എന്തിനാണ് സോറി ആശി? ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വേണമെങ്കിൽ ഒന്നുകൊണ്ടി പോയി ഇരിക്കാൻ പറ്റാം. മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ? ഇതൊന്ന് കാസ്റ്റ് ഇടാ. സമയായിട്ടില്ല. ആണോ? നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. ഇൻസ്റ്റഗ്രാമിലുണ്ടോ? റേഷൻ കടയില് ലിസ്റ്റിലുണ്ടോ കുട്ടി? സൂപ്പർ സ്റ്റാർ രജനികാന്ത്. ഒരു വാഴയിൽ 5 കൊല്ലം ഉണ്ടാക്കാൻ എന്റെ കാര്യം നിസ്സാരമായിട്ട് ചെയ്തു തരാൻ പറ്റില്ല. എന്താ നിനക്ക് കൊല വേണോ? കൊല വേണ്ട, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണണം. അതിന് ഞങ്ങൾ സഹായിക്കില്ലേ? കുട്ടൻ കണ്ടമാനം കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വെടിക്കെട്ടെങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നേക്കാം. പോലെ 3 ചായ ഇങ്ങോട്ട് പോട്ടെ. നൈസായിട്ട് നിന്റെ അമ്മായിനെ കെട്ടിക്കാൻ ചന്ദ്രനിൽ ഒരാളെ കിട്ടുന്നുള്ള കണ്ടുപിടിച്ചു. കുമാരേട്ടന്റെ ബോണ്ട സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്. വേലാണ്ടി പൊത്തിക്ക് പോ. കാറ്റിനോടും കടലിനോടും കടവൽ ഭാഷനോടും കളിക്കരുത്.
കേട്ടോടാ ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണ്. അപ്പോ ഇവിടെ അപ്പൊ ദിദ്ദെന്തിനുള്ളതാണ്? അത് പടവലങ്ങ ഞാൻ കിടക്കുന്നത്. അന്ന് +2 ഫൈനൽ ഇയർ തോറ്റപ്പോ ആ വാശിക്ക് നാട് വിട്ട് അധോലോക നായകനാവാൻ ബോംബെയിൽ ചെന്ന് ഞാൻ ഇനി ഇന്ത്യയിലേക്കില്ല എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ കുട്ടൻ. മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ മാതൃഭൂമി ലോക്കൽ എഡിഷനിൽ പരസ്യം ചെയ്തതിന്റെ പിറ്റേ ദിവസം കുട്ടൻ നാട്ടിലെത്തി. എന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? ഇന്നലെ രാത്രി 10 മണി കൊണ്ട് വിളിക്കാൻ അച്ഛനെ. എടാ നീന്തൽ അറിയാവുന്ന നീ കുളത്തിൽ ചടി എങ്ങനെ ആത്മഹത്യ ചെയ്യാനാ? ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് എന്റെ മോൻ 10ാം ക്ലാസ് പാസ്സായത്. ഏതോ ഗൾഫിൽ പോകാൻ 10ാം ക്ലാസ് പാസ്സാകണമെന്നുള്ള നിയമം വന്നു. അല്ലെങ്കിൽ ഇവനെ വെടി വെച്ചേനെ. നീ കണ്ടോ എന്റെ മോൻ ലാലുവിനെ പിടിച്ചാ കിട്ടൂല. ലാലു നീ രജിസ്ട്രേഷൻ നമ്പർ തെറ്റായിട്ട് അടിച്ചേ, നീ പാസ്സായിട്ടില്ല. പാമ്പ് കടിക്കാനായിട്ട് അതും ലേറ്റ് ആയോ? ഇതൊക്കെ റോട്ടിൽ കൂടെ പോണേ. ഞാനാ മണി എനിക്കറിയാമല്ലോ. ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. అలా ఏమండి నాకు అర్థమైనా చెప్పండి. అదే మీరు తెలుగులో చెప్పండి. ఎంతో తిరిగి పెണ്ണాണെന്ന് സംശയമുണ്ടോ? ഞാൻ വാല് തലൊന്നും ഇല്ലാത്തവരാ. ഞാനത് പോയേ ചെന്ന് അച്ഛനോട് ചോദിച്ചോക്കെ. ചിലപ്പോൾ ഇയാൾ അച്ഛനോട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. ഞാനിവിടുത്തെ പോയി ആരെ പോയി ബീച്ചൊക്കെ നിറച്ചല്ലോ. എന്റെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ. അവനെ എന്റെ കൈയിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്ത് ഞാൻ പല്ല് കഴിച്ചത്. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. അന്നത്തിന് കാശായി ഞങ്ങളൊന്ന് ഓട്ടിക്ക് കൊടുക്കാനാ. എത്ര 7300. ചേട്ടാ ഈ ചെറുപഴം ഉണ്ടാവില്ല. ഹലോ ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാടകക്കൊലയാളി അന്തപ്പൻ. അസംബ്ലി പിരിച്ചുവിട്ടു. ഹലോ ഞാൻ കറുത്ത. താൻ കറുത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നു. അതല്ല ഞാൻ രാമൻ കറുത്ത. ഹലോ ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല പാഷ. എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. സാറിന്റെ ലാസ്റ്റ് പടം കാണാൻ പോയിരുന്നു. പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. കാണാൻ 15 പേരെങ്കിലും ഉണ്ടെങ്കിലേ ടിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് തിയേറ്ററുകാർ പറഞ്ഞു. ഇവിടെ ഇന്ന് പുകവലി പാടില്ല നീ എത്ര വട്ടം പറഞ്ഞിരിക്കണു. വിഷമടിച്ച് ആപ്പിൾ കഴിക്കുന്നതിന് ആർക്കും ഒരു വിരോധമില്ല. മിനിസ്റ്റർ ഫോണാ സർ. അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് സർ. വിത്തിൻ 24 hours തുമ്പ് കിട്ടിയിരിക്കും. ഉർവശി തീരെ സർ. റോങ് നമ്പർ. എടോ താങ്കളോട് പറഞ്ഞ മിനിസ്റ്ററുടെ ഫോണാണെന്ന്. അല്ല സർ, സാധാരണ സിനിമയിൽ ഈ സമയം മിനിസ്റ്റർ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്. എന്തു പറ്റി മോനെ? ഞാൻ ജസ്റ്റ് ഒന്ന് വിദൂരതയിലേക്ക് നോക്കിക്കോട്ടെ. ഈ കവലയ്ക്ക് എന്താ ഒരു മാറ്റം? വല്ല സംഘടനയോ മറ്റോ നടക്കാൻ പോവാന്നോ? ഭാഗ്യം ഹീറോ വിഷം കഴിച്ചത് നന്നായി. ഇല്ലെങ്കിൽ വാങ്ങിക്കൊള്ളാത്ത ഒരു അസുഖത്തിന്റെ പേര് പറയേണ്ടി വന്നാൽ. അതെ അതെ. പക്ഷേ ക്ലൈമാക്സ് കഴിഞ്ഞു. ഇപ്പൊ കഴിയും. വേഗം ചെല്ല സാർ. താങ്ക് ഗോഡ്. ക്ലൈമാക്സ് എനിക്ക് കലക്കണം. സിനിമ ഉപേക്ഷിച്ച ലാൽ ജോസേ ഒരു മിനിറ്റ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്റർവെല്ലിന് കുറച്ചുകൂടെ പഞ്ച് വേണം. കൊഞ്ച് പോരെ? കൊഞ്ചുകൊള്ളാലോ. ഈ കളി ശരിക്കുണ്ടോ? ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അംബുജാക്ഷൻ ഇതിനു മുമ്പ് ഈ കഥ മറ്റേതെങ്കിലും സംവിധായകരോട് പറഞ്ഞിട്ടുണ്ടോ? നായകനെ പട്ടാളക്കാരുടെ തയ്യക്കാരനാക്കി മേജർ രവി സാറിനോട് പറയാനിരുന്നതാ. ശോഭനയ്ക്ക് ഉർവശി അവാർഡ് കിട്ടി. ഉർവശിക്ക് ശോഭന അവാർഡ് കിട്ടുമോ? ഐ എം വെരി സോറി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. ശരീരം 95% തളർന്നു. വിഷത്തേക്കാൾ അപകടമായത് തമിഴ്നാട്ടിൽ നിന്നുള്ള മായം ചേർത്ത പാലാണ്. ഇനിയൊരു മിറാക്കിൾ സംഭവിച്ചാലേ. ഐ എം വെരി സോറി. മെഡിക്കൽ സയൻസിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. അത് ഞാൻ പറഞ്ഞതാ. ഐ ആം വെരി സോറി. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു.